നമ്മുടെ ഡയറക്ടർ പാമ്പള്ളി പടത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അത് ഇതൊരു എല്ലാം കൊണ്ടും വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു സിനിമയായിരിക്കും. ഡയറക്ടർ എന്നുള്ള നിലയിൽ പാമ്പള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയൊരു ഡയറക്ടറാണ്. അപ്പോൾ ആൾ നിസ്സാരണക്കാരനല്ല. പാമ്പള്ളിയുടെ രണ്ടാമത്തെ ചിത്രമാണ് അല്ലേ. അപ്പോൾ അതിന് പാമ്പള്ളിയോട് കൂടെ വർക്ക് ചെയ്തപ്പോൾ ആൾ അങ്ങനൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോശക്കാരനല്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഇതിനകത്ത് നമ്മുടെ പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റ് സണ്ണി ലിയോട് അഭിനയിക്കുന്നുണ്ട്. സണ്ണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഹോട്ട് കേക്കാണല്ലോ, അങ്ങനെ പ്രത്യേകതയുണ്ട്. പടത്തിൻ്റെ ലീഡിങ് റോളാണ് സണ്ണി ലിയോ. പിന്നെ അതൊക്കെ നമ്മൾ പറയേണ്ടത് നമ്മുടെ പ്രൊഡ്യൂസറാണ് മുഹമ്മദ് ഖാ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ്. കാരണം സിനിമയുടെ ഓരോ ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം സിനിമയുടെ ഓരോരോ കാര്യങ്ങൾ വളരെ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ള വേറെ കാര്യം. പക്ഷേ ഇതിനകത്ത് ഒരു പ്രൊഡക്ഷൻ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഇന്ന നിബന്ധനകളൊന്നും വെക്കാറില്ല എന്നോ ഞാൻ അറിഞ്ഞു. കാരണം അതിൻ്റെ ഡയറക്ടർക്കും മറ്റ് ക്രൂസിനുമെല്ലാം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാക്സിമം സ്വാതന്ത്ര്യം കൊടുത്ത് എടുത്ത ഒരു സിനിമയാണ്. നന്നായി പടമെടുക്കുക, ഒരു വേണ്ടാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹം ഇടപെടാറില്ല. ആ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്താറില്ലായിരുന്നു. അതല്ലേ സത്യം? അത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് വളരെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക്, ഒരു ഡയറക്ടർക്കാണെങ്കിലും മറ്റ് ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സിനും ഒക്കെ വളരെ വളരെ അത് സന്തോഷകരമായ കാര്യമാണ്. എന്ന് വിചാരിച്ച് ഓവർ കോസ്റ്റ് അല്ലെങ്കിൽ ഇതൊരു അടിച്ചു പൊളിച്ച് ഒരു ധൂർത്തടിക്കുന്ന സിനിമയാണെന്നല്ല, അങ്ങനെ എടുക്കണമെന്നോ അല്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണോ എന്നല്ല എൻ്റെ അർത്ഥം. കാരണം സ്വാതന്ത്ര്യം കൊടുത്താലേ ഒരു നല്ല ഡയറക്ടർക്ക്, അതുപോലെ നല്ല ആക്ടേഴ്സിനും ടെക്നീഷ്യൻസൊക്കെ സ്വാതന്ത്ര്യം കൊടുത്താലേ ആ പടം നന്നാവുകയുള്ളൂ. വേണ്ടാത്ത കൈകടത്തികൾ അത് പ്രൊഡ്യൂസറൊന്നുമല്ല, ആരാണ് ശരി, അത് ആർട്ടിസ്റ്റ് ഭാഗത്താണെങ്കിലും മറ്റു ഡയറക്ടർ ഭാഗത്താണെങ്കിലും ഒക്കെയുള്ള ശരി തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് പൂർണ്ണമായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഈ പ്രസ് മീറ്റും മറ്റ് പ്രോഗ്രാംസും ടൈറ്റിൽ ലോഞ്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞു. സാധാരണ ഇതൊക്കെ നമ്മൾ പ്രധാന ഇപ്പം എറണാകുളമോ കൊച്ചിയോ കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരം, മെയിൻലി എറണാകുളമാണ്, ഇവിടെയാണ് സാർ നടക്കുന്നത്. കാരണം അവിടെ വെച്ചാൽ കുറച്ചുകൂടെ അതിൻ്റെ ഒരു പകിട്ട് ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് അങ്ങനെ സങ്കല്പവും അങ്ങനെ കണ്ടുവരുന്നുണ്ട്. എങ്കിൽ ഇത്രയും രസമായ ഒരു സ്ഥലത്ത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമാണല്ലോ ഇത്, ഇവിടെ ഇത്രയും സൗകര്യമുള്ള സ്ഥിതിക്ക് വേറെ നമ്മൾ എവിടെ പോകണം? അതിൻ്റെ ആവശ്യമില്ല. എല്ലാം കൊണ്ടും തൃപ്തിയുള്ള ഒരു നമ്മുടെ ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഈ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അതെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ഇനിയിപ്പം ഈ പടം റിലീസാകാൻ പോകുന്നു. അതിനകത്ത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സിനിമ തന്നെയാണ്. പടം എല്ലാവരും കണ്ട് ആസ്വദിച്ച് വിജയിപ്പിക്കണം എന്നേ ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്ക് എളിയ അഭ്യർത്ഥനയുള്ളൂ. ഇതും ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞില്ല, ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമകളെല്ലാം ന്യൂജൻ സിനിമകളാണ്. എന്ന് പറയുമ്പോൾ ന്യൂജൻ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുന്നു. കൂടെയുള്ള ആക്ടേഴ്സും ന്യൂജൻ തന്നെയാണ്. ഇതിപ്പോഴല്ല, ഞാൻ വന്ന കാലം മുതൽ അങ്ങനെ തന്നെയാണ്. ഞാൻ 1978 സിനിമ വന്ന ഒരാളാണ്. അന്നത്തെ ന്യൂജൻ ഫിലിമാണ് പെരുവഴിയമ്പലം എന്ന് പറയാം. അന്ന് എനിക്ക് 17 വയസ്സേ ഉള്ളൂ. പത്മരാജൻ ചേട്ടൻ്റെ, അദ്ദേഹം ന്യൂജനാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ അതിനുമ്പോൾ പ്രസിദ്ധമായ കഥകളും തിരക്കഥകളും ഒക്കെ എഴുതി അല്ല പീക്കിൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം ചെറുപ്പക്കാരൻ ന്യൂജനാണെന്ന്. അപ്പോൾ അതിനുശേഷം പിന്നെ പല പടങ്ങളും ഭരതൻ, KG ജോർജ്, ഇവരെല്ലാം ന്യൂജൻസാണ്. മോഹൻ, ഇവരെല്ലാം IV ശശി, ഭരതൻ, സത്യനന്ദിക്കാട്, സിദ്ദിഖ് ലാൽ, ഇതെല്ലാം അത് തന്നെയാണ് വാസ്തവത്തിൽ. അപ്പോൾ നമ്മൾ ഓരോ 10 വർഷം കൂടിയുമ്പോഴും പുതിയൊരു കാലം പറക്കാൻ തോന്നും. എവരി 10 ഇയേഴ്സ്. അപ്പം അതേ സമയത്ത് വരുന്ന പടങ്ങളെല്ലാം ന്യൂജൻ തന്നെയാണ്. കഥയുടെ കാര്യത്തിൽ കൂടി ഇതല്ല, ഇതിൻ്റെ ഈ കഥ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇതിനകത്തെ ഒരു ലീഡിങ് ക്യാരക്ടർ എന്ന് പറയുന്നത് സണ്ണി ലിയോൺ ആണ്. പിന്നെ കുറച്ച് ചെറുപ്പക്കാർ, പിള്ളേരും, കുട്ടികളല്ല പിള്ളേർ, ചെറുപ്പക്കാർ. അപ്പോൾ ആ കഥയ്ക്കകത്ത് എന്നോട് സ്ക്രിപ്റ്റ് ആദ്യമേ തന്നെ വായിച്ച് കേൾപ്പിച്ചു പാമ്പള്ളി വന്നിട്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രത്യേകതകളായിട്ട് തോന്നി. അതിനകത്ത്
അപ്പം അങ്ങനെ ഒരു നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെ പല പടങ്ങൾ മുൻപുള്ളവർ പലതും കേട്ടിരിക്കുന്നത് ഒരു സിനിമ എടുക്കുമ്പോൾ അതിനകത്ത് ഹീറോ ഹീറോയിൻ അല്ലെങ്കിൽ സെക്കൻഡ് ഹീറോയിൻ കോമഡി ഒന്ന് ക്യാരക്ടറോളൊന്ന് ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പം പണ്ടൊക്കെ ഉണ്ടാകും. അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ അതിൻ്റെ അത്ര ആവശ്യമില്ല. ഹീറോ വില്ലനാവുന്നുണ്ട്, വില്ലൻ ഹീറോ ആവുന്നുണ്ട്, എല്ലാം ഹീറോയും വില്ലനും ഒരാളാവുന്നുണ്ട്, ഹീറോയിനും ഒക്കെ വില്ലത്തിയും നായികയാവുന്നുണ്ട്. അപ്പം ഇങ്ങനെ അവസ്ഥയാണല്ലോ ഇപ്പോൾ നടക്കുക. അതൊന്നും പബ്ലിക്കിന് ഇപ്പോൾ അതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും നമ്മുടെ ആൾക്കാർ. പിന്നെ ഈ കഥയ്ക്കുള്ള പ്രത്യേകത മറ്റൊരു ഒരു ലാംഗ്വേജിൽ നിന്ന് ഒരു ആക്ട്രസ് വരുമ്പോൾ, അതങ്ങനെ ഫേമസ് ഉള്ള ആക്ട്രസ് വരുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന പോലെ ഒരു നായിക പാട്ടുപാടികളൊക്കെ നായകനും പ്രേമിക്കുന്നു, ഈ സംഭവങ്ങളൊന്നും ഏതായാലും ഇതിനകത്ത് അങ്ങനെയില്ല. ദൈവാധീനത്തിൽ അങ്ങനെ സംഭവമൊന്നുമില്ല. അല്ല ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു സങ്കല്പം പറഞ്ഞ ഇല്ല, ബാക്കി കാര്യം ഞാൻ പറഞ്ഞില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണ്ട. പക്ഷേ ചില പ്രത്യേകതകളുണ്ട് അല്ലേ, അത് പറയുന്നില്ല. യൂഷ്വൽ സാധനങ്ങളൊന്നുമില്ല, അൺയൂഷ്വലാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ പ്രത്യേകതകൾ ഈ പടത്തിനകത്തുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സണ്ണി ലിയോണിൻ്റെ ഒരു ഇമേജ് അങ്ങനെ നമ്മൾ കാണുന്നെങ്കിലും അതിൽ നിന്നൊക്കെ വളരെ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ സിനിമയിലുണ്ട്. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.